ഗണപതി ഭഗവാൻ ഉഗ്രരൂപം എടുത്ത കഥ കേൾക്കാം. മഹാദേവന്റെയും പാർവതി മാതാവിന്റെയും പ്രിയപുത്രനായ ഗണപതി ഭഗവാന്റെ വിവാഹത്തിന്റെ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും ആ നിമിഷത്തിൽ അവിടുത്തെ ശാന്തത നശിപ്പിക്കാൻ ഒരു അസുരൻ കയറി വന്നു. അവൻ ഗണപതി ഭഗവാന്റെ മുന്നിൽ വന്നു ഇപ്രകാരം പറഞ്ഞു. ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു വരം ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഞാൻ 3 ലോകവും ആക്രമിച്ചു കീഴടക്കും. കേട്ട മഹാദേവന്റെ വാഹനമായ നന്ദികേശൻ പറഞ്ഞു, ഇവിടെ ഗണപതിയുടെ വിവാഹം നടക്കുകയാണ്, അതിനാൽ നീ തിരികെ പോകൂ. എന്നാൽ അസുരൻ അത് കേട്ടില്ല. ഇതു കണ്ട രോക്ഷാകുലനായ നന്ദികേശൻ തന്റെ ആയുധം എടുത്ത് ആക്രമിക്കാൻ ഒരുങ്ങി. പക്ഷേ അത്ഭുതം എന്നു പറയട്ടെ, ആ ആയുധം അവന് ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല. ദേവന്മാരെല്ലാം തങ്ങളുടെ ശക്തി ഉപയോഗിച്ചു നോക്കി, പക്ഷെ എല്ലാം നിഷ്പ്രഭമായി. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഗണപതി ഭഗവാൻ ആ അസുരന് ഒരു വരം നൽകിയിരുന്നു. ഭൗതിക ശരീരമുള്ള ഒരു ജീവജാലങ്ങൾക്കും അവനെ വധിക്കുവാൻ സാധിക്കില്ല എന്നതായിരുന്നു. ഈ പ്രതിസന്ധി കണ്ടപ്പോൾ ഗണപതി ഭഗവാൻ തന്നെ ആ അസുരനെ നശിപ്പിക്കാൻ വിവാഹ പന്തലിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. എന്നാൽ പാർവതി മാതാവ് അദ്ദേഹത്തിന്റെ അടുത്തു വന്നു പറഞ്ഞു, പുത്ര ഗണേശ, വിവാഹ പന്തലിൽ നിന്ന് എഴുന്നേൽക്കുക ഉചിതമല്ല. മാതാവിന്റെ വാക്കുകൾ മാനിച്ച് വരത്തിന് ഭംഗം വരാതെ ഒരു വഴി കണ്ടെത്തി ഗണേശൻ. അദ്ദേഹം ഒരു തീവ്രമായ ധ്യാനത്തിൽ മുഴുകി. അതിൽ നിന്ന് ഒരു പുകച്ചുരുൾ ഉയർന്നുവന്നു. ആ പുകയിൽ നിന്ന് ഗണപതി ഭഗവാന്റെ മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ രൂപത്തിന് ഭൗതിക ശരീരമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഭഗവാൻ കൊടുത്ത വരം ലംഘിച്ചുമില്ല. അങ്ങനെ ആ അസുരനെ വധിക്കുകയും ചെയ്തു.